ബോഡി ഷേമിംഗ് ഒരു തമാശയായി കാണുന്നവരോട് ചിലത് പറയാനുണ്ട്. മറ്റുള്ളവരുടെ ശരീരം നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പത്തെ തൃപ്തിപ്പെടുത്തുന്നില്ലെങ്കിൽ വാ അടച്ച് മിണ്ടാതിരിക്കുന്നതാണ് ഇനി നല്ലത്. അല്ലാതെ അതുമായി തമാശിക്കാനോ പരിഹസിക്കാനോ ചെന്നാൽ ഇനി അഴിയെണ്ണേണ്ടി വരും. രാജ്യത്ത് ആദ്യമായി ബോഡി ഷേമിംഗ് റാഗിംഗ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കുറ്റകൃത്യമായി കാണാനുള്ള ബിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. തൊലിയങ്ങ് വെളുത്തിരിക്കണം, തടി കൂടാനോ കുറയാനോ പാടില്ല, മുടി വളർത്തിയാലും വെട്ടിയാലും കുറ്റം, പല്ലു പൊന്തരുത്, കുറച്ച് പൊക്കം കൂടിയാൽ തോട്ടി, കുറഞ്ഞാൽ പൊടി ഡെപ്പി. നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ വെറുതെ തമാശയല്ലേ, അതൊക്കെ ഇത്ര കാര്യമായിട്ട് എടുക്കണോ എന്ന് ഒട്ടുള്ളിൽ തട്ടാതെയുള്ള മറുപടിയും ലഭിക്കും. പറയുന്നവരും കേൾക്കുന്നവരും ചിരിക്കുമെങ്കിലും ഇരയാക്കപ്പെട്ടവന്റെ ഉള്ളിൽ അതങ്ങനെ നീറി പിടിക്കും, ഒരുപക്ഷെ കാലങ്ങളോളം. പ്രിയപ്പെട്ടവരിൽ നിന്നാകുമ്പോൾ പറയുകയേ വേണ്ട, ആ വേദനയുടെ ആഴം അല്പം കൂടി കൂടും. നീ കറുത്തിട്ടല്ലേ നിനക്ക് ബ്രൈറ്റ് കളർ ഉടുപ്പുകൾ ചേരില്ല, നീ തടിച്ചിട്ടല്ലേ നിനക്ക് ജീൻസ് ഇട്ടാൽ വൃത്തികേടായിരിക്കും. ബോഡി ഷേമിങ്ങിന്റെ ഏറ്റവും സാധാരണ രൂപമാണ്. എന്നാൽ ചെറുപ്പം മുതലേ ഇത് കേട്ട് വളരുന്നവർക്ക് ഇതേൽപ്പിക്കുന്ന ട്രോം ചില്ലറയല്ല. എല്ലാം ബോഡി ഷേമിങ്ങിന് ഇരയായിട്ടുള്ള പെൺകുട്ടികളുള്ള നാടാണ് കേരളം. ഇതിന് പരിഹാരമായിട്ടാണ് ബോഡി ഷെയ്മിംഗ് ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഉത്തരവ് 2024 ഹൈക്കോടതി പുറപ്പെടുവിക്കുന്നത്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ബോഡി ഷെയ്മിംഗ് റാഗിംഗ് പരിധിയിൽ വരുന്ന കുറ്റമാക്കി മാറ്റാനുള്ള നീക്കം സർക്കാർ നടത്തിയിരിക്കുന്നത്. കേരള സമൂഹത്തിലെ ഇനിയുള്ള തലമുറയെങ്കിലും ബോഡി ഷേമിങ്ങിന് ഇരകളാകാതെ വളരേണ്ടതുണ്ട്. പൊതുസമൂഹത്തിന്റെ സൗന്ദര്യ സങ്കല്പത്തെ തൃപ്തിപ്പെടുത്തുന്നില്ല എന്ന കാരണത്താൽ ഇനി ഒരു കുട്ടിക്കും അരക്ഷിതാവസ്ഥ ഉണ്ടാവാതിരിക്കാൻ പുതിയ ഇടപെടലിന് കഴിയും. സമൂഹത്തിൽ തലയുയർത്തി നിൽക്കാനും ആത്മാഭിമാനത്തോടെ ജീവിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട്. ഇതിനെ ഹനിക്കാതെ, ആത്മസ്നേഹം കുറയാതെ ഇനിയുള്ള തലമുറ പുതിയ ഉയരങ്ങളിലേക്ക് കീഴടക്കട്ടെ.